സ്റ്റാൻഡേർഡ് സെക്കൻഡ് ചാപ്റ്റർ നമ്പർ വേൾഡ് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. പേജ് നമ്പർ 28 ലാസ്റ്റ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് സീറോ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് സീറോ? അതായത് രണ്ടക്ക സംഖ്യകളിൽ സീറോ വരുന്ന നമ്പേഴ്സ് എത്രയുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി വിത്തൗട്ട് സീറോ? സീറോ ഇല്ലാത്തത് എത്രയുണ്ട്? സീറോ ഉള്ളത് 10, 20, 30, 40, 60, 70, 80, 90 അങ്ങനെ 9 നമ്പേഴ്സാണ് വിത്ത് സീറോ ഉള്ളത്. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പർ 90 ആണ്. നമുക്കറിയാം 10 മുതൽ 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പർ 90 എണ്ണമാണ് ഉള്ളത്. അപ്പം നമ്പേഴ്സ് വിത്ത് സീറോ നമുക്കിപ്പം കിട്ടി സീറോ ഉള്ളത് 9 നമ്പർ ഉണ്ട് എന്ന്. അതായത് 11, 12 അങ്ങനെ പോയിട്ട് സീറോ ഉള്ളത് 20 എത്തുമ്പോൾ നിർത്തും അല്ലേ. 10 എന്തുണ്ട്? സീറോ ഉണ്ട്, അത് ഒഴിവാക്കി. 20 ഒഴിവാക്കി. അപ്പോൾ ബാക്കിയുള്ള നമ്പർ, അപ്പോൾ ആകെ 90 ഉള്ളതിൽ നമ്പേഴ്സ് വിത്തൗട്ട് സീറോ 90 - 9 = 81. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 സീറോ? 2 സീറോ ഉള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? അത് ക്വസ്റ്റ്യൻ നോക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 സീറോ? How many 3 digit numbers are possible with 2 0? ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്. 100, 200, 300 നോക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 100, 200, 300, 400, 500, 600, 700, 800, 900 അങ്ങനെ 9 നമ്പേഴ്സ് ഉണ്ട്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ഓൺലി 1 0? ഒരു സീറോ ഉള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സീറോ വരുന്നത്. ഒരു സീറോൻ്റെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. 101 മുതൽ 101, 102, 103, 104, 105 അങ്ങനെ 106, 107, 108, 109, 110, 120, 130, 140, 150, 160, 170, 180, 190. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 100ൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ശ്രദ്ധിക്കുക, 100ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 18 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 18 നമ്പേഴ്സ് ഉണ്ട്. 100ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 18 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ 201, 202 എന്ന് പറഞ്ഞിട്ട് 200ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 18 നമ്പേഴ്സ് ഉണ്ട്. അത് 201, 202, 203 എന്ന് പറഞ്ഞിട്ട് 290. ഇത് എഴുതിയ പോലെ തന്നെ ഫസ്റ്റ് 1 മാറ്റിയിട്ട് 2 കൊടുക്കുക, പിന്നെ 2 മാറ്റിയിട്ട് 3 കൊടുക്കുക, പിന്നെ 3 മാറ്റി 4, 4 മാറ്റി 5, 5 മാറ്റി 6, 6 മാറ്റി 7, 7 മാറ്റി 8, then 8 മാറ്റി 9 അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലുള്ള ഒരുപാട് സെറ്റ് കിട്ടും. 100 പ്ലേസ് 1 ഡിജിറ്റ്, 100 പ്ലേസ് 1 ഡിജിറ്റ്. ഇവിടെ 1 ഡിജിറ്റാണ് 100 പ്ലേസിലുള്ളത്. വി ഗെറ്റ് 18 നമ്പർ. 100 പ്ലേസിൽ 1 ഉള്ള 18 നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് വിത്ത് 1 0 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 18 × 9, അതായത് ഇതുപോലെയുള്ള 18 നമ്പേഴ്സ് 200ൻ്റെ ഉണ്ടാവും. 100ൻ്റെ 18, 200ൻ്റെ 18, 300ൻ്റെ 18, 400ൻ്റെ 18 അങ്ങനെ 900ൻ്റെ വരെ 18 നമ്പേഴ്സ് ഉണ്ടാവും. അതായത് 9 ടൈംസ് നമ്മൾ 18 ആഡ് ചെയ്യണം. അതിന് നമ്മൾ 18 × 9 മൾട്ടിപ്ലൈ ചെയ്താൽ 162 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്തൗട്ട് എനി സീറോ? സീറോ ഇല്ലാത്ത നമ്പേഴ്സ് എത്രയുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. സീറോ ഇല്ലാത്ത നമ്പേഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പേഴ്സ് ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്, നമ്പേഴ്സ് ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. 900. 100 മുതൽ 999 വരെയാണ് 3 അക്ക സംഖ്യകളുള്ളത്. നമ്പേഴ്സ് വിത്ത് സീറോ ഉള്ളത് 9 കിട്ടിയിട്ടുണ്ട്. നമ്പേഴ്സ് വിത്ത് 1 0, ഒരു സീറോ ഉള്ളത് 162 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ദ നമ്പേഴ്സ് വിത്തൗട്ട് സീറോസ് ഇപ്പം നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അതായത് 2 0 ഉള്ളതും 1 0 ഉള്ളതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 171 കിട്ടും. അതായത് സീറോ ഉള്ളത് മാത്രം 1 0 ആയിട്ടും 2 0 ആയിട്ടും സീറോ ഉള്ളത് മാത്രം 171 കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് നമ്പേഴ്സ് വിത്തൗട്ട് സീറോ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 900 - 171 കണ്ടാൽ മതി. 729 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? നമ്മുടെ നമ്പേഴ്സ് 111, 112 ആ മെത്തേഡ് നമുക്ക് 100 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് സീറോ ഉള്ളതാണ്. 101, 102 അതിലൊക്കെ സീറോ ഉണ്ട്. 110ലും സീറോ ഉണ്ട്. 111ൽ സീറോ ഇല്ല.
അപ്പോൾ 111, 112, 113, 114, 115, 116, 117, 118, 119. പിന്നെ 120 എഴുതാൻ പറ്റൂല, അതിൽ 0 ഉണ്ട്. പിന്നെ 21 to 29 അല്ല 129, അങ്ങനെ 131 to 139, 141 to 149, അങ്ങനെ 100 വരുന്ന നമ്പേഴ്സ് തന്നെ നമുക്ക് എന്ത് കിട്ടും? 89 നമ്പേഴ്സ് കിട്ടും. 81 നമ്പേഴ്സാണ് നമുക്ക് കിട്ടുക. 100 വരുന്നത് മാത്രം 81 കിട്ടും. അതായത് 111 to 119, 121 to 129, 131 to 139, 141 to 149, 151 to 159, അങ്ങനെ പോയിട്ട് 191 to 199. അത്രയും നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് 81 കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള 100ൻ്റെ ഉണ്ടാവും, 200ൻ്റെ ഉണ്ടാവും, 300, അങ്ങനെ പോയിട്ട് 900 വരെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇത് 729 എന്നുള്ളത്. മൊത്തം ആഡ് ചെയ്താൽ അപ്പം നമുക്കിപ്പം അതിനേക്കാളും നല്ലത് നമുക്ക് ഈസി ആയിട്ട് നമ്പർ മാത്രമേ വേണ്ടൂ. അപ്പോൾ ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ 900 ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ് മുമ്പെയുള്ള ക്വസ്റ്റ്യൻസിൽ. അതായത് 100 മുതൽ 999 വരെ 900 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 0 ഉള്ളത് 171 കിട്ടിയിട്ടുണ്ട്. അത് മൈനസ് ചെയ്താൽ മതി. Question number 3. How many 2-digit numbers are there with the same digit repeated? How many 3-digit numbers with the same digit repeated thrice? How many 2-digit numbers are there with the same digit repeated? അതായത് എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ how many 3-digit numbers with the same digit repeated? അത് സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2-digit നമ്പേഴ്സ് വിത്ത് സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് 11, 22, 33, 44, 55, 66, 77, 88, 99, 9 നമ്പേഴ്സ്. ഇനി 3-digit നമ്പേഴ്സ് വിത്ത് സെയിം ഡിജിറ്റ് ഉള്ളത് 111, 222, 33, 333, അങ്ങനെ പോയിട്ടുള്ള നമ്പേഴ്സ് 9 നമ്പേഴ്സാണ് ഉണ്ടാവുക. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 അക്ക സംഖ്യകളിൽ ഒരേപോലെ വരുന്നത്, ഒരേപോലെ നമ്പേഴ്സ് വരുന്നത്, അതുപോലെ 3 അക്ക സംഖ്യകളിലും ഒരേപോലെ നമ്പേഴ്സ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. There are some numbers which read the same when the digits are put in the reverse order. അതായത് നമ്മൾ നമ്പർ എടുത്താൽ തിരിച്ചും മറിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരേപോലെ വരും. ഇവിടെ നിങ്ങൾ നോക്കിയ 4, 6, 7, 4, അത് തിരിച്ച് എഴുതിയാൽ 4, 6, 7, 6, 4. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ. ഇപ്പോൾ 121 എന്ന് പറഞ്ഞാൽ 121 തന്നെയാണ്. റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് വലത്തുനിന്ന് ഇടത്തോട്ടേക്കായാലും ഇടത്തുനിന്ന് വലത്തോട്ടേക്കായാലും, ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് റീഡ് സെയിം. അങ്ങനെ സെയിം ആയിട്ട് റീഡ് ചെയ്യുന്ന നമ്പേഴ്സിനാണ് പാലിഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയാം. പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 121, 171 ഇതുപോലത്തെ നമ്പേഴ്സ് ഇതന്നെ ആവണമെന്നില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ റീഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, വലത്തുനിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും. 171, 262, 929, 565, 44, 6, 7, 6, 4, 1, 2, 2, 1. അപ്പോൾ ഇതുപോലുള്ള നമ്പേഴ്സിനാണ് പാലിഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയാം. അതിൽ സെയിം ഡിജിറ്റ് വരും കേട്ടോ, അതിലെ ഡിജിറ്റും സെയിം ആയത്, അതായത് അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണല്ലോ റീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ പാലിഡ്രോംസ്? ഹൗ മെനി 2-digit നമ്പർ, 2 അക്ക സംഖ്യകളിലെ പാലിഡ്രോംസ് ഏതൊക്കെ? 2 നമ്പർ പാലിഡ്രോംസ് ആണെങ്കിൽ ആ 2 നമ്പർ സെയിം ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും നമുക്ക് ഒരേപോലെ വായിക്കാൻ പറ്റുള്ളൂ. ഹൗ മെനി 3-digit നമ്പേഴ്സ്, നമുക്ക് എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 3-digit നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 101, 111, 121, 31, 41, 51, 61, 71, 81, അങ്ങനെ 91, പിന്നെ 202, 212. അപ്പോൾ ഈ രീതിയിൽ എഴുതുന്ന നമ്പർ, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലും റൈറ്റ് തിരിച്ചും മറിച്ചുവിട്ട് ഒരേപോലെ വായിക്കാൻ പറ്റുന്ന നമ്പേഴ്സാണിത്. ഇതൊരു പ്രത്യേക ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കണ്ടില്ല 101, 111, 121, 31, 41, 51, 61, 71, 81, 91. പിന്നെ നോക്കിയിട്ട് നിങ്ങൾ 102 ഒരേപോലെ വരുന്നത്, 202 വന്നു, പിന്നെ 212, 22, 30. നടുക്കത്തെ നമ്പർ മാത്രം മാറ്റിയിട്ടാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് ഇത്. അപ്പോൾ 90 നമ്പേഴ്സാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആകെ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 നമ്പേഴ്സാണ് ഉണ്ടാവുക. അതായത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒരുപോലെ വായിക്കുന്നത്. സെയിം നമ്പർ ഉണ്ടാവും അതിൽ 666, 676, 686, 696. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള പാറ്റേൺ കൃത്യമായിട്ട് എഴുതി നോക്കുക. ഇത് പാലിഡ്രോമിക് നമ്പറാണ്, 3-digit നമ്പേഴ്സിൻ്റെ പാറ്റേൺ ആണിത്. ഇനി ഹൗ മെനി 3-digit നമ്പേഴ്സ് നമ്മളത് എഴുതി കഴിഞ്ഞാൽ 4-digit നമ്പേഴ്സ്, എത്ര 4-digit നമ്പേഴ്സ് ഉണ്ട്?
4 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഇതേപോലെ തന്നെയാണ് കിട്ടുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1001, 1011, 1111, 1221, 1331, 441, 551, 600, 1000 ഉണ്ട് ഇവിടെ. എല്ലാം ഇത്രയും നമ്പേഴ്സ്, അതായത് 1 2 3 4 5 6 7 8 9 10 നമ്പേഴ്സ് 1000 തുടങ്ങുന്നു. 10 നമ്പേഴ്സ് 1000 തുടങ്ങുന്നു. അതുപോലെ 10,000 2000 തുടങ്ങും. 10 നമ്പേഴ്സ് 3000, അങ്ങനെ 10 നമ്പേഴ്സ് 4000. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 × 9 90 നമ്പേഴ്സാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് can be made using all the digit 1 2 3 4? What is the sum of all these? ഇത് നമ്മൾ മുമ്പേ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കറിയാം 4 നമ്പറിനെ കൊണ്ട് നമുക്ക് 24 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. 24 നമ്പേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ 1 2 3 4നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ എന്തും കൂടെ കാണണം, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ്? അതെല്ലാം നമ്പർ, അതായത് നമ്മൾ ആ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 1 2 3 4 എന്നുള്ള നമ്പേഴ്സിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി നമ്പേഴ്സ് ഉണ്ടാക്കുക. അതായത് 24 നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസറാണ് കിട്ടുക. ആ ആൻസർ എന്താണെന്നാണ് ചോദ്യം. ഇതുപോലെ നമുക്ക് നമ്പേഴ്സ് 1 2 3 4 1 2 4 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് വരാത്ത തരത്തിലുള്ള നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. അതായത് 4 നമ്പർ നമുക്ക് തന്നാൽ 1000 വരുന്ന 6 നമ്പേഴ്സ്, 2000 വരുന്ന 6 നമ്പേഴ്സ്, 3000 വരുന്ന 6 നമ്പേഴ്സ്, 4000 വരുന്ന 6 നമ്പേഴ്സ്, 5000 അങ്ങനെയാണ് കിട്ടുക. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പം ഓരോ നമുക്ക് തന്നിരിക്കുന്നത് 1 2 3 4 മാത്രം. അപ്പോൾ 1000 വരുന്ന 6, 2000 വരുന്ന 6, 3000 വരുന്ന 6, 4000 വരുന്ന 6. അപ്പോൾ 3 നമ്പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? 66,660 ആണ് കിട്ടുക. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സി യു.